ഹരിക്കൂട്ടൻ നീ പതുക്കെ ഓടുന്ന മീനാ കേട്ടോ. ചെയ്യാമെന്നറിയോ? നീ എന്റെ ഈ ചൂണ്ട ഇതെന്നെ അറിയാലോ? ഇതെന്നാ മീനെ പിടിക്കുന്ന സാധനം. ശ്രീകുട്ടിക്ക് അറിയാലോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ കറക്കാനായിട്ട് അല്ല, പിന്നെ മീൻ ഇങ്ങനെ പെട്ടെന്ന് ഇടുമ്പോ അപ്പ കറക്കിങ്ങോട്ട് പോവാൻ. അത് തന്നെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പിന്നെ ശ്രീപ്രഭ ഹരിശ്രീ കൂട്ടന്റെ ചേച്ചിയാണ്. ആരും തെറ്റിദ്ധരിക്കില്ല, അവള് ലോക്ക്ഡൌൺ ആയിട്ട് മുടി മുട്ടയടിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ 3 റീലും അതുപോലെ തന്നെ ഒരു ഫിഷിംഗ് റോഡും ഉണ്ട്. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫിഷിംഗുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇതിനകത്ത് 2 വോളണ്ടിയേഴ്സ് വേണം. 2 വോളണ്ടിയേഴ്സ്. ആദ്യത്തെ വോളണ്ടിയർ ആരാ? രണ്ടാമത്തെ? പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും നിന്റെ തല തന്നെ അടയിരിക്കുന്നത് ഇതെന്നത് തലമുടി. അതല്ല, വേറെ സാധനം. നിന്നെക്കാളും വലിയൊരു ക്യാമറ തലയിരിക്കുന്നതിന് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം നല്ലോണം കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും ഇത്രയും കുഞ്ഞു കൊച്ചിനെ വിളിച്ച് എന്തിനാണ് ചെയ്യിപ്പിച്ചെന്ന് ചോദിക്കും. ഹരിക്കൂട്ടൻ ആലോചിക്ക്, ഇപ്പൊ നിന്നെ വിളിക്കാതെ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് വീഡിയോ ചെയ്യുവാണെങ്കിലോ എന്തായിരിക്കും ഹരിക്കൂട്ടന്റെ റിയാക്ഷൻ? വേറെ ആരെങ്കിലും വിളിച്ച് ഞാൻ വീഡിയോ ചെയ്യുവാണെങ്കിലോ നിന്നെ വിളിക്കാതെ? അതാണ് ഹരിക്കൂട്ടൻ. അവനറിയാം അവന് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ അവനെ വിളിക്കാതെ വേറെ ആരെയും വിളിക്കത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിക്കൂട്ടന്റെ ബാഗ് കാണിച്ച് തിരിഞ്ഞു തന്നെ നമ്മളപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3 റീലാണ് കേട്ടോ. ഫിഷിംഗ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ഹരിക്കൂട്ടൻ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഏതെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏറ്റവും ചെറുതെന്ന്. ഓക്കെ, ഇവിടെ കെട്ടണോ? നിന്നെ പൊക്കാനായിട്ടാ ചോദിച്ചിട്ട്. ഓക്കെ, നമ്മളപ്പോ ഹരിക്കൂട്ടന്റെ ബാഗിലോട്ട്. ഓക്കെ, കയറി കേറിക്ക് ഗേറ്റിന് കൊണ്ടുവന്നു പയ്യ ഇങ്ങനെ മന്ദം പോകുന്ന ഇച്ചിരി കയറി നിൽക്കണേ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എഫക്സ് ഉണ്ട്. എഫക്സിന്റെ ഡ്രാഗ് ഇതാണ് ഒരു റീലിന്റെ ഡ്രാഗ് എന്ന് പറയുന്നത്. മാക്സ് ഡ്രാഗ് അല്ലെങ്കിൽ ഡ്രാഗ് മാക്സ് ആണ് നമ്മൾ ഒഫീഷ്യലി പറയുന്നത്. അപ്പൊ ഈ റീൽ ഒരു 5 കിലോ ആണ് ഡ്രാഗ്. ഹരിക്കൂട്ടൻ നീ എത്ര കിലോ ഉണ്ടാ? 20 kg. അപ്പോൾ ഇമാജിൻ ചെയ്യും, ഇപ്പോൾ ഹരിക്കൂട്ടൻ ഒരു ഫിഷാണ് ഇമാജിൻ. നമ്മൾ ചൂണ്ടിടാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്മോൾ ഫിഷാണ് ഹരിക്കൂട്ടൻ. അത് കഴിഞ്ഞിട്ട് ശ്രീക്കുട്ടി, അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോ. ഹരിക്കൂട്ടൻ നീ എന്താ ചെയ്യേണ്ടത് അറിയോ? ഞാൻ നിന്റെ അടുത്ത് ഓടാൻ പറയുമ്പോൾ നീ അങ്ങോട്ട് ഓടണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ ക്യാമറ നോക്കി പറയണം ഓടാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു എന്ന്, ഓടാൻ പാടുണ്ടായിരുന്നു എന്ന്. അവിടെ ചെന്ന് മലയാളത്തിൽ പറയാൻ മതി. നീ കടയിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് ഓടത്തില്ലേ? ഓടിക്കോ ചെറു സ്പീഡിൽ ഓടിക്കണ കടയിൽ പോകുന്ന പോലെ. ഇത് കണ്ടോ, ഇപ്പൊ നമ്മുടെ റീലിലെ ഡ്രാഗ് ഫുൾ ലൂസാണ്. ഇത് കണ്ടോ, ഹരിക്കൂട്ടൻ സിമ്പിൾ ആയിട്ട് അളമറി ചെന്നു. ഇനി നെക്സ്റ്റ് ടൈം ഹരിക്കൂട്ടൻ ഓടുമ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡ്രാഗ് ഒന്ന് ടൈറ്റ് കൊടുക്കും. ഓക്കെ, ഹരിക്കൂട്ടന്റെ ക്യാമറ ഓൺ ആണ്. പാടാണെങ്കിൽ പാടാണെന്ന് തന്നെ പറയണേ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇപ്പൊ നിങ്ങൾ നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്തേക്കുവാണ്. സിമ്പിൾ അല്ല, കുറച്ച് പാടായിരുന്നു അല്ലേ? ഇപ്പൊ ഇവിടുന്ന് നീ ഓടി എവിടെ ചെന്നപ്പോഴാ പാടായത്? കുറച്ച് പാടായി. അപ്പൊ ഞാനിവിടെ ടൈറ്റ് ചെയ്ത്. അപ്പൊ കുറച്ച് പാടായി. എന്നാലും നിനക്ക് ഓടായിരുന്നല്ലോ. ചെറിയ ബലം പിടിച്ചങ്ങ് ഓടിപ്പോയാൽ സിമ്പിൾ ആയിട്ട് ഓടാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ റീൽ കൊണ്ട് ഹരിക്കൂട്ടനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ശ്രീക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ ശ്രീക്കുട്ടി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ സെഡോണയാണ്. സെഡോണ 5000 XG. ഇതിന് 12 kg ആണ് ഡ്രാഗ്, 12 കിലോ. നമ്മുടെ പഴയ റീൽ 4 കിലോ 5 കിലോ ഒക്കെയാണ് മാക്സിമം ഡ്രാഗ്. ഓക്കെ, അപ്പൊ ശ്രീക്കുട്ടി ഇച്ചിരി വലിയ ഫിഷാന്ന് വിചാരിക്കാം. നമ്മൾ സെയിം സ്ഥലത്ത് കിട്ടുവാണ്. എടി പേടിയുണ്ടോ? ശ്രീക്കുട്ടീനെ ഈ റീലിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് അവർ എക്സ്പെരിമെന്റ്. ഓക്കെ, ഫസ്റ്റ് ടൈം ശ്രീക്കുട്ടി. എടി എവിടെ വെച്ചാണ് പാടാന്നത് പറഞ്ഞാൽ മതി കേട്ടോ. റെഡി? പാടായി. ഓടിക്കോ നിനക്ക് ഇത് ചെയ്യാൻ പറ്റും. നോക്കി അപ്പൊ ഇത് കണ്ടല്ലോ, നമ്മള് ഷിമാനോ 12 kg ആണ് ഇതിന്റെ ഡ്രാഗ് വെയിറ്റ്. 12 kg ഡ്രാഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഓടുന്ന സമയത്ത് 12 kgയുടെ ഫോഴ്സ് പുറകിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇവൾക്ക് എന്നൊക്കെ എവിടെയൊക്കെ പാടുന്ന പാട് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തത്. പക്ഷേ സിമ്പിൾ ആയിട്ട് ഇവൾക്ക് ഓടാൻ പറ്റുമായിരുന്നു. ഇനി നമ്മുടെ വലിയ റീലെടുത്ത് ഹരിക്കൂട്ടാക്കി പോരെ. എന്നാലും നിങ്ങൾ രണ്ടുപേരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ഈ റീൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ, രണ്ടുപേരെ. ഇനി ഇത് വെച്ചിട്ട് ട്രൈ ചെയ്തേ. പക്ഷെ ആലോചിക്കേ, പിന്നെ ആ 2 കുഞ്ഞു റീൽ വെച്ചിട്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്നാ ട്രൈ ചെയ്യാൻ പോകുന്നത്? വലുത്. ഓക്കെ, ഇപ്പൊ ഹരിക്കൂട്ടൻ
ഹരിക്കുട്ടൻ ഇവിടെ അറ്റാക്ക് വരുന്നത് കേട്ടോ. നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് പെന്നിന്റെ സ്പിൻ ഫിഷർ V8500 എന്ന് പറയുന്ന റീലാണ്. ഇതിന്റെ ഡ്രാഗ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ഉള്ള റീലാണ്. ഇതിന് 15 കിലോ 16 കിലോ അടുപ്പിച്ച് ഡ്രാഗ് ഉണ്ട്. ഹരിക്കുട്ടൻ നിന്നെ പിടിക്കാൻ പോണേ ഞാൻ അതില്. എടാ നിന്നെ പിടിക്കാനല്ല ഞാൻ നോക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. ആ നിനക്ക് ഓടാൻ പറ്റത്തില്ലാത്ത സ്ഥലമാകുമ്പോൾ അങ്ങ് നിന്നോണം കേട്ടോ. ഓക്കെ, ഇവിടുന്ന് 7up മേടിക്കാൻ വേണ്ടി എന്നെ ഓട്ടം ഓടുന്നത് എനിക്കറിയാം, ഞാൻ എപ്പോഴും കാണുന്നത്. പറഞ്ഞല്ലോ പോകുന്നു, പാടാണെങ്കിൽ പാടാണ് ഉറപ്പായിട്ടും പറയണം. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോൾ പോവുള്ളൂ. ഹരിക്കോട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ, ഹരിക്കോട്ടെ പ്രാർത്ഥന ആയിട്ടെ. ഒരു മിനിറ്റ് എടാ, ഹരിക്കോട്ടെ റെഡിയാണോ? പാടാണെങ്കിൽ പാടാന്ന് പറയണം, നിൽക്കാറാകുമ്പോൾ നിൽക്കുകയും ചെയ്യണം. റെഡി? ഹരിക്കോട്ടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴത്തെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ടൈമും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഈ റീൽ വെച്ചിട്ട് ഹരിക്കോട്ടനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഹരിക്കോട്ടൻ ഫുൾ തയ്യാറെടുക്കാണ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പറ്റുന്നുണ്ടോ? സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ. ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തോ, ഹരിക്കോട്ടനെ ഈ റീൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹരിക്കോട്ടാ, ചേച്ചിനെ ഈ റീൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അവിടെ വെച്ചിട്ട് ചേച്ചി നിൽക്കും. ഓക്കെ, അപ്പം ഹരിക്കുട്ടന്റെ കാര്യത്തിൽ തെറ്റിപ്പോയവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് അടുത്ത ചാൻസ് ആണ്. ശ്രീകുട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പെൻ സ്പിൻ ഫിഷർ V8500 15 kg ഡ്രാഗ് ശ്രീകുട്ടിനെ സ്റ്റോപ്പ് ചെയ്യില്ലയോ? ഇവർ രണ്ടുപേരെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് എൻ്റെ ആണ് ചാൻസ് കേട്ടോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നിന്നു. ഓക്കെ, അപ്പോൾ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ആരെങ്കിലും തെറ്റിപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. 15 kg ഡ്രാഗ് ശ്രീകുട്ടീനെ നിർത്തി കേട്ടോ. 15 kg ഫോഴ്സ് നമുക്ക് ഇവർ ഓടുമ്പോൾ പുറകിൽ നിന്ന് പുള്ള് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മിഷന്റെ ഡ്രാഗ് വെയിറ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? 15 കിലോ ഉള്ള മീനെ പിടിക്കാന്നല്ല, അത്യാവശ്യം നമുക്ക് ബലം പിടിക്കാൻ പറ്റുമോ? നല്ല ബലത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഓക്കെ, എന്നാ അമ്മയ്ക്ക് മീൻ പിടിക്കണം ഭയങ്കര ആഗ്രഹമല്ലേ? വലിയ മീൻ അല്ല, വലിയ മീൻ പിടിക്കണം ആഗ്രഹമില്ലായിരുന്നോ? എന്നാ മമ്മിയെ കൊണ്ട് ഇപ്പോൾ വലിയ മീനെ പിടിപ്പിക്കുന്നതാണ്. ബാ, ഇവിടെ പിടിക്കുക, റീലിൽ അങ്ങനെ വേണം പിടിക്കാം. ഓക്കെ, ഞാനൊരു വലിയ മീനാണെന്ന് വിചാരിക്കുക കേട്ടോ. ക്യാമറ കാണിച്ചേ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോകണോ? എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജോബ് വന്നിട്ടുണ്ട്, ജോബിനെ കൂടെ പരീക്ഷിക്കാം. ഇറങ്ങി കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കും. നീ പതുക്കെ ഓടുന്ന മീനാട്ടോ. ഞാൻ പതുക്കെ ഓടുന്ന മീനല്ല, ഇറങ്ങി നിൽക്കാം. നീ പതുക്കെ ഓടുന്ന മീന, ഇറങ്ങി നിൽക്ക്. ആ അമ്മി ശരിക്കും തിരിച്ചോണം കേട്ടോ, അങ്ങനെ എഴുതുന്നതിന് മുമ്പ് എന്നെ കൂടെ വലിച്ചോണ്ട് പോവല്ലേ. നിർത്താൻ പറ്റിയോ? എന്നാലും എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ചുറ്റിക്ക് ജോബിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ മെഷീന്റെ ഡ്രാഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ മനസ്സിലാകത്തില്ല. മെഷീൻ നീ ഒരു റീല് മേടിക്കാൻ വേണ്ടിയിരിക്കുമല്ലേ? മാക്സ് ഡ്രാഗൻ അറിയോ? ഡ്രാഗ് മാക്സ് ഇല്ല, അറിയത്തില്ല. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ബൈഡ് ഐസ്. ഇനി ജോബിനാണ് കേട്ടോ. ജോബിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്പിൻ ഫിഷർ പൊളിയാണ് കേട്ടോ. ജോബിന് ഏകദേശം 65 കിലോ അടുപ്പിച്ചുണ്ട്. നമ്മൾ അഗ്ലിസ്റ്റിക് ആണ്, ഷേക്സ്പിയർ അഗ്ലിസ്റ്റിക്. ജോബിനെ ഓടി റെഡി? ആ ഗൈസ്, നമ്മൾ ഫുൾ ടൈറ്റ് ആണ്. നിനക്ക് ഓടുമ്പോൾ പുറകിന് ബലം ഉണ്ടായിരുന്നോ? ഏകദേശം ഒരാൾ നല്ല പിടുത്തം. എത്ര ദൂരം അങ്ങനെ ഓടാൻ പറ്റുമായിരിക്കും? കുറച്ച് ദൂരം ഓടാൻ പറ്റുമായിരിക്കും അല്ലേ? ഇങ്ങനെ പയ്യാണെങ്കിൽ അതേ മടുക്കും. ഇപ്പം മീനാണെങ്കിൽ പോലും ആ മീൻ പോകുന്ന വഴിക്ക് നമുക്ക് മീനിൽ 15 കിലോ വെയിറ്റ് പുറകിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു റീലിന്റെ വെയിറ്റ് ഡ്രാഗ് വെയിറ്റ് എന്ന് പറയുമ്പം 15 കിലോ ഉള്ള മീനെ പിടിക്കാന്നല്ല, 15 കിലോ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടി കാണും. അപ്പം നമ്മളിപ്പോൾ 3 റീൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ശ്രീകുട്ടിയുടെ ഈ റീൽ കാണിച്ച് ഷിമാനോ FX 4000 ഏകദേശം 4 കിലോ 5 കിലോ നമുക്ക് ആ റീൽ കൊണ്ട് 4 കിലോ അല്ലെങ്കിൽ 5 കിലോ വെയിറ്റ് നമുക്ക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേ കണക്കിന് ഹരിക്കുട്ടൻ്റെ ഇരിക്കുന്ന ഷിമാനോ സെഡോണ C5000 XG എന്ന് പറയുന്ന ഈ റീലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കിലോ ഡ്രാഗ് ഉണ്ട്. അതായത് 12 കിലോ ഫോഴ്സ് ഈ റീൽ വെച്ചിട്ട് നമുക്ക് മീനയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേ കണക്കിന് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സ്പിൻ ഫിഷർ എന്ന് പറയുന്ന റീൽ വെച്ചിട്ട് നമുക്ക് 15 കിലോ അല്ലെങ്കിൽ 16 കിലോ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുമാരിക്കൂടെ അത് പിടിച്ചടാ. കനമുണ്ടോ? കനമില്ല ഇതിന്. നീ പിടിച്ചേ. ഇത് പിടിച്ചേ. ഏതിനാ കന കൂടുതൽ?
ഇതിനല്ലേ ഭയങ്കര കനവാ. അപ്പോൾ ഇനി നിങ്ങൾ റീൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബെയ്റ്റ് ഇട്ട് കടലിലൊക്കെ പോയിട്ട് ബെയ്റ്റ് ഇട്ട് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റീലിൻ്റെ കനം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ സ്പിൻ ഫിഷർ പോലെയുള്ള റീലുകൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ വെച്ചാൽ മതി. ആ കണക്കിന് നമ്മൾ ഈ ഒരു റീൽ വെച്ചിട്ട് നമ്മൾ ലുവർ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നമ്മൾ പെട്ടെന്ന് മടുക്കും. അതായത് നമുക്ക് ഈ ഒരു റീൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ലുവർ കാസ്റ്റിംഗ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. ആ കണക്കിന് നമ്മൾ ഷിമാന സെഡോണ അതുപോലത്തെ കാസ്റ്റിംഗ് റീലുകൾ നോക്കുവാണെങ്കിൽ ഇതിന് വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നേരം കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതലുണ്ടായിരിക്കും. പക്ഷേ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡ്രാഗ് കൂടുതലുള്ള മെഷീൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ 7 ശ്രീ ഹരിക്കുട്ടൻ ശ്രീകുട്ടി ഹരിക്കുട്ടൻ ജോബിൻ പിന്നെ മമ്മി അവിടെ ഇരുന്ന് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ.